ഓൺലൈൻ പഠനത്തിന് ശേഷം ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ വീണ്ടും തുറന്നതോടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും. CBSE സിലബസ് പിന്തുടരുന്ന ഇന്ത്യൻ സ്കൂളുകളിൽ അടുത്ത മാസം 1-ന് അധ്യയനം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് മാർച്ച് ആദ്യം മുതൽ നടപ്പാക്കിയ ഓൺലൈൻ പഠനത്തിനു ശേഷം ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഇന്നലെ മുതൽ സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തി. നീണ്ട 28 ദിവസത്തിനു ശേഷമാണ് വീണ്ടും ക്ലാസ് മുറികൾ സജീവമായത്. സ്കൂളുകൾ തുറന്നതിനു പിന്നാലെ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കർശനമായ മാർഗനിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളുമാണ് ആഭ്യന്തര വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് രാജ്യത്തെ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. 4.17 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പൊതു സ്വകാര്യ വിദ്യാലയങ്ങളിലെത്തിയത്. ഖത്തറിലെ എല്ലാ സ്കൂളുകളിലും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും യാതൊരു ആശങ്കയും വേണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. സുരക്ഷിതമായ അധ്യയന അന്തരീക്ഷം ഉറപ്പാക്കാൻ അധ്യാപകർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. സ്കൂൾ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളും നടന്നുവരുന്നു. കഴിഞ്ഞയാഴ്ച നടന്ന വർക്ക്ഷോപ്പുകളിൽ 1200ഓളം സ്കൂൾ പ്രിൻസിപ്പൽമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട ഒഴിപ്പിക്കൽ നടപടികൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്നീ കാര്യങ്ങളിൽ ഇവർക്ക് വിദഗ്ധ പരിശീലനം നൽകിയതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അടിയന്തര ഒഴിപ്പിക്കൽ സാഹചര്യമുണ്ടായാൽ പരിഭ്രാന്തരാകാതെ സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും എലിവേറ്ററുകൾ ഒഴിവാക്കി ഗോവണികൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്കൂൾ പരിസരത്തെ നിശ്ചിത സുരക്ഷിത കേന്ദ്രങ്ങളിലോ അസംബ്ലി പോയിന്റുകളിലോ മാത്രം ഒത്തുകൂടണം. അധികൃതരുടെ നിർദ്ദേശം ലഭിക്കുന്നതുവരെ അവിടെ തന്നെ തുടരണം. പുറത്ത് അപകട സാഹചര്യമുണ്ടെങ്കിൽ കെട്ടിടത്തിനകത്തെ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. റിപ്പോർട്ടർ, ദോഹ.